ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. അപ്പം, ചപ്പാത്തി അതുപോലെ തന്നെ ചോറിലൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മൾ മുമ്പും 1-2 മുട്ടക്കറികൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതും ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കറിയാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈ സ്പെഷ്യൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. മുട്ടക്കറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് നല്ലത്, 2 ചെറിയുള്ളി, 1 പച്ചമുളക്, 5 അണ്ടിപ്പരിപ്പ്, കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താലേ കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ രീതിയിൽ അരച്ചിട്ടുള്ളത്. പാൻ ചൂടാക്കി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് സമയം ഇളക്കി വയ്ക്കുക. ഇതിലേക്ക് ഇനി 1 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 മീഡിയം സൈസ് സവോള ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതുപോലൊരു ചോപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് സവോള നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇളക്കി വേവിക്കുക. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യണം. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 2.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് മസാലയുടെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ ഇളക്കി വേവിക്കുക. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പഴുത്ത 3 തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കറി കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വളരെ ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ വേവിക്കുക. പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് സമയം വേവിക്കുക. 1-2 മിനിറ്റ് സമയം കൂടി ഇളക്കി എണ്ണ തെളിയുന്നവരെ വേവിക്കണം. ഇത് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. ഇനി അരപ്പിൻ്റെ റോ ഫ്ലവറൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. അരപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊരൽപ്പം കുറവുണ്ട്, ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നവരെ വേവിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള 6 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാനുള്ള ടിപ്സ് അവസാനം പറയുന്നുണ്ട്. മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തുറന്ന് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം കൂടി വേവിക്കണം. ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. കറിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അല്പം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മുട്ട പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാൻ ഒരു ടിപ്പ് പറയാം. മുട്ട പുഴുങ്ങുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മീഡിയം തീയിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല തണുത്ത വെള്ളത്തിലിട്ട് 1 മിനിറ്റ് സമയം വെച്ചിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും ഈസി ആയിട്ടും പൊളിച്ചെടുക്കാൻ പറ്റും. ഉപ്പ് ചേർക്കുമ്പം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ മുട്ട പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നല്ല ചൂടുള്ള വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ
ഒരു തരം ടെമ്പറേച്ചർ ഷോക്ക് സംഭവിച്ചിട്ട് മുട്ട ചുരുങ്ങിയിട്ട് ഷെല്ലും എഗ്ഗും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.